അപ്പോൾ ഇതാ സമയം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. നമുക്ക് ചായക്ക് കടിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഞാൻ രാവിലെ അതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൈദ കുഴച്ച് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് പരത്തിയിട്ട് ചൂടാണ്. പിന്നെ അത് നമ്മളെ കടല ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരക്കണം. ഫ്രിഡ്ജിൽ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ കടല അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യം ഇതിൻ്റെ പണി ആയിക്കട്ടെ. നമ്മൾ കടല അരച്ചിട്ടുണ്ട്. ഇതും കൂടി കുഴച്ചിട്ട് വെക്കണം കേട്ടോ. നമ്മൾ പൊട്ടറ്റോ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചായ വെച്ചിട്ടുണ്ട്, ഒരു വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക്. നമുക്കിത് പരത്തെടുക്കും കൂടി ചെയ്യാം കേട്ടോ. ഞാനത് പരത്തിയെടുത്തിട്ടുള്ളത് ഈ ഒരു കട്ടിക്കാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ എല്ലാതും പരത്തിയെടുക്കണം. ഇതാ 4 മണിയായിട്ടുണ്ട്. മക്കൾക്ക് വരും കേട്ടോ. നമ്മളെ ഫ്രഞ്ച് ഡ്രസ്സ് ഇവിടെ ഒരു സെക്ഷനായിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കണം. നമ്മളെ പാന് ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നന്നായിട്ടല്ല അരച്ചിട്ടത്. നല്ല സൂപ്പർ ലൂസായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അവിടെ ഫുള്ളായിട്ടുണ്ട്. ലൂസ് അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ആവട്ടെ കേട്ടോ. അതും കൂടി പരത്തിയെടുക്കാനുണ്ട്. ഇപ്പം നമ്മളറിയാം മോളും ഫിറും വന്നിട്ടുണ്ട് കേട്ടോ. വേഗം കുളിച്ച് വരിട്ടെ ചാടിക്കാൻ. ഇവിടെ കുളിച്ച് വരട്ടെ. അത് വരട്ടെ. പോയിക്കോ. അപ്പോൾ അങ്ങനെ നമ്മളെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ചായ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. ഇനി പുറത്ത് കുറച്ച് പണികളുണ്ട്. കുറച്ച് ചെടീൻ്റെയൊക്കെ പണികളുണ്ട്. വെയിലായത് കാരണം ഒരു 5-5:30 മണിയായിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഭയങ്കര ചൂടാണ് അവിടെ. ചെടീൻ്റെ സ്ഥലത്ത് ഭയങ്കര ചൂടാണ്. അപ്പം കുറച്ച് 5:30 കഴിഞ്ഞ് ഒരു 6 മണിയാവാൻ നേരത്താണ് ചെടിമ്മ പണിയെടുക്കാൻ വന്നത്. കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പുല്ലൊക്കെ പറിച്ച് കുറച്ച് ചെടികൾക്കുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറേശ്ശെ ഓരോ ദിവസം അങ്ങനെ ചെയ്യലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഈവനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
എന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒരു ഈവനിങ് വീഡിയോസ് ആയിട്ട് എടുത്തതാണ്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.